ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ രാവിലത്തെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ breakfast കഴിക്കാൻ വേണ്ടി വീട്ടിലൊന്നുമില്ല, അതുകൊണ്ട് പോയി ദോശമാവ് മേടിച്ചുകൊണ്ട് വരണം. സോ എന്തായാലും നമുക്ക് പോയി ദോശമാവ് മേടിക്കാം. ദോശമാവ് മേടിച്ച് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉച്ചയായപ്പോൾ നമ്മുടെ ഷെഫ് മിഥുൻ്റെ വക ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആൻഡ് 65 ആണ്. സോ എന്തായാലും നമ്മൾ പോയി ലഞ്ച് കഴിക്കട്ടെ. ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയെങ്കിലും ട്രിപ്പ് പോകണ സെറ്റപ്പ് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. സോ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചായിരുന്നു. ലഞ്ച് നല്ല അടിപൊളി ബിരിയാണിയും 65 ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. സോ അതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:20. നമ്മൾ ഒരു വാട്ടർഫോൾസ് കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് പോയതിനായിട്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടത്. സോ എങ്ങനെ നമുക്ക് അവിടെ പോയി നോക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരയ്ക്കുള്ള തീരുമാനം. സോ നമ്മളെന്തായാലും അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് പോണ വഴിയുള്ള കാഴ്ചകളും അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ വഴി കൂടെ താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇവിടെ നിന്ന് താഴത്ത് വെള്ളം വീണ സൗണ്ടും താഴത്ത് ആരൊക്കെയോ വന്നിട്ട് അവിടെ വെള്ളത്തിൽ കളിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട്. സോ എന്തായാലും നമുക്ക് ഈ വഴി കൂടെ നടന്നു പോയി നോക്കാം. ഹിൽസ് കാണില്ലടാ, അവിടെ അല്ലടാ ഹിൽസ്, അവിടെയാണ് കേസ്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ടാറിട്ട റോഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമുക്ക്. പക്ഷേ സൈഡിൽ ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയോ വന്ന് ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കണ പോലെ ഉണ്ട്. കല്ലൊക്കെ നല്ല കത്തിയതായി എടുക്കുന്നത്. ഗൈസ്, നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ നടക്കണം എന്ന് തോന്നുന്നു അല്ലേ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കാരണം കുറച്ചധികം ആയി നമ്മൾ നടക്കുന്നു. അടിപൊളി. സോ ഗൈസ്, നമ്മൾ ഒരു വിസ്മയം കാണാൻ പോകുന്നതിന് മുമ്പുള്ള നമ്മളെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും നടക്കണം. സോ എന്തായാലും നമ്മൾ നടന്ന് പോട്ടെ. ഇവിടെ ടാറിട്ടതൊക്കെ പോയതാന്ന് തോന്നുന്നു അല്ലേ. ടാറിട്ടൊക്കെ പോയി തോന്നുന്നു. കല്ല് മാത്രം പോകും. മുകളിൽ നിങ്ങൾ കാണുന്നത് വലിയൊരു ജംഗിളാണ് ഗൈസ്. ഒരു മലയുടെ മുകളിലുള്ള ജംഗിളാണ് നിങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഏകദേശം നമ്മുടെ സ്പോട്ടിൽ എത്തി തുടങ്ങി എന്നുള്ളതാണ് തോന്നുന്നത്. അബി എന്തോ റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. വീഡിയോ എടുക്കാനായിരുന്നു ഗൈസ്. സോ വെള്ളം വരുന്നുണ്ട്. നമ്മൾ ഏകദേശം സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ട്. സോ എന്തായാലും പോട്ടെ. കറക്റ്റ് സ്പോട്ടിൻ്റെ വഴിയല്ല, ഇവിടെ ഇടയ്ക്ക് ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുകയാണ്. ഷോർട്ട് കട്ട് വഴി നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കല്ലും കൂടി ഇങ്ങനെ ചാടി പോകണം. സോ എന്തായാലും ചാടി പോട്ടെ ഗൈസ്. അപ്പം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും എങ്ങനെ വ്യൂ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ.
നമ്മളങ്ങനെ എന്ത് ഇവിടെ എത്തിയിരിക്കുന്നു, സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇത് എന്തോ വാട്ടർഫാൾസ് ആണ്, കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ? ഏരിയ അല്ലേ അങ്ങനെ ഉള്ളതുകൊണ്ട് കാട് പോലെ. അതെ അതെ. വീടിനും കൂടെ കിട്ടിയ സീനായിരുന്നു, വീടിനും കൂടെ കിട്ടിയ സീനായിരുന്നു. ആ വീടിനെ കിട്ടി, പക്ഷെ നീ വീണില്ലല്ലോ, വീണില്ലല്ലോ. ഗൈസ് ഇവിടെ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതൊരു അമ്പലമാണ് കേട്ടോ, ഉള്ളിൽ മണിയടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട്. പിന്നെ ഇത് ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ കാണാൻ വേണ്ടി വന്നതും അമ്പലത്തിലേക്ക് വന്നിട്ട് പിന്നെ അത് ഈ വെള്ളത്തിന് ഇവിടെ വൈബ് ചെയ്യുന്നത് കാണാം. തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ, ഇവിടെ കുറേ കാറും ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വന്ന വഴിയല്ല, വേറെ ഏതോ വഴിക്കോടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ കണ്ടിട്ട് ഇറങ്ങുകയാണ്. എന്താ വ്യൂ പോയിന്റ് പോകുന്നുണ്ടോ നോക്കാം ഗൈസ്. ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകില്ല. സോ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ്. വീട്ടിലേക്കാണോ വ്യൂ പോയിന്റിലേക്കാണോ എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വണ്ടിയുടെ സ്ഥലത്തേക്ക് നടന്നെത്തിയിട്ടുണ്ട്. അയ്യോ നടന്നു കഴിഞ്ഞപ്പോൾ കരച്ചു പോയി ഗൈസ്. ഗൈസ് അപ്പോൾ ലേറ്റായി, ലൈറ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് പോയില്ല. നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്ക് ഇനിയൊരു വീക്കെൻഡിൽ പോകുന്നതായിരിക്കും. എല്ലാ വീക്കും നമ്മൾ പോകുന്നതായിരിക്കും. സോ എന്തായാലും വീഡിയോ വൈൻഡപ്പിയാണ്. ഇതിലൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ അടിപൊളി ബ്ലോഗായി വരുന്നത് എല്ലാവർക്കും ബൈ.